ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കോഴി നല്ലോണം കഴുകി ഇച്ചിരി മഞ്ഞൾ ഇട്ടോ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളകും പൊടി, ഇച്ചിരി വിനാഗിരിയും ഉപ്പും ഇട്ടുകൊണ്ട് അടുപ്പത്ത് വെച്ചതാണ്. ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചതിന് ശേഷം ബാക്കി കാണാം കേട്ടോ. നല്ലോണം തിളച്ച് വേവുന്നുണ്ട്. കോഴിയല്ലേ ചെറിയ കഷ്ണമാക്കി മുറിച്ചാണ്, കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല. ഒരു മുക്കാൽ വേവാക്കിയാൽ മതി, ബാക്കി പിന്നെ വേവിക്കുമല്ലോ. ഇറച്ചി ഇതാ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് തീ ഓഫാക്കാൻ പോവുകയാണ് കേട്ടോ. അത്ര മതി. ഇതാ അടുപ്പത്ത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാ ഇഞ്ചി കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്നൊന്ന് വാടി കിട്ടട്ടെ. നല്ലോണം വാഴട്ടെ. വേറെന്തൊക്കെയുള്ള വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനം സന്തോഷവും ആർക്കും ആരോഗ്യം അതൊക്കെ ദീർഘായുസ്സും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിലെ എനിക്കും ഞങ്ങളെ അനിയത്തിമാരൊക്കെ എൻ്റെ കുടുംബം തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അന്ന് എല്ലാവരും വിഷമങ്ങളൊന്നും മാറ്റി തരട്ടെ. ഒക്കെ ഇതിനൊന്ന് നല്ലോണം ഒന്ന് വാടി കിട്ടട്ടെ. ഉള്ളി ഇതാ മരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് പച്ചമുളകൊന്ന് പോട്ടെ. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയുടെ പച്ചമണം പോയിട്ടുണ്ട്. നമുക്കിതാ വേറൊന്ന് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് ചാറ് പോലെ വെന്ത് റെഡി ആയി കിട്ടട്ടെ കേട്ടോ. ഉപ്പിൻ്റെ കല്ല് 2 ഉപ്പിൻ്റെ അതിൽ ഇട്ടിക്കണ്. നല്ല അരി കിടന്നതാവും വേവട്ടെ. പിന്നെ ഇതൊക്കെ ഫുള്ള് വെന്ത് നല്ലോണം റെഡി ആക്കി കേട്ടോ. നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു മിനിറ്റ് ഇതിൻ്റെ മസാലയൊക്കെ ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ വരാം, അതൊന്ന് ശരിയാക്കട്ടെ. ഇതിലേക്ക് ഞാനിതാത്തിരി മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ ഇടാൻ പോകുന്നതിന് കുരുമുളകാണ് കേട്ടോ. കുരുമുളകാണില്ല, ചുവന്ന മുളക് ഇട്ടില്ല. തുള്ളി അതിലിട്ട് വെച്ചതാണല്ലോ. റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കുരുമുളകും പൊടിയാണ് ഇട്ടത്. കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഇറച്ചി മസാലൻ്റെ പൊടിയാണ്. ഒരു ഇറച്ചി മസാലൻ്റെ പൊടി ഇട്ട്. ബിരിയാണിക്കൂട്ട് ഇടരുത് കേട്ടോ. ബിരിയാണിക്കൂട്ട് ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച് അരച്ച് വെക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. നല്ല പുളിയൊക്കെ ഉണ്ട് മാഷാല്ലാ. അതിൽ കിടന്ന് വേവട്ടെ. നമുക്കൊരു ലേശം ചരടാണ്ട് കാണിച്ചു തരാം കേട്ടോ. കിട്ടാല്ല. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണിത്. ലേശം ഉലുവ വറുത്ത് പൊടിച്ച് ഇട്ടിട്ടുണ്ട്. കൂടുതൽ ഇടരുത്, കഴിക്കും. അതുപോലെ ഇത് ചെറുനാരങ്ങ പൊടിച്ചതാണ് കേട്ടോ. ചെറിയ ചെറുനാരങ്ങ ഇല്ലേ, ഉണക്കനാരങ്ങ, അത് പൊടിച്ചതാണ്. ഇത് നമുക്കിതാ ഒരു 1/4 സ്പൂൺ ഇതിലിട്ട് കൊടുക്കുക. കൂടുതൽ ഇടണ്ട. പുളിക്കൂ. ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇറക്കാം. ഒന്ന് ഇതായാൽ വേണ്ടിയിട്ട് അതിന് മല്ലിച്ചപ്പോ പൊതിഞ്ഞ് ഇട്ടാൽ മതി. ബാക്കി ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്കുള്ളതാ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ മല്ലിച്ചപ്പൂ കരിവേപ്പിൻ്റെ ഇലയാണ്. അതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടി ഇട്ടതിനെ കൊണ്ട് പിന്നെ വറുത്ത് പൊടിച്ചൊരു മുളക് പൊടി.
ഇത് ഞാനിതാ വറുത്ത് പൊടിച്ച് വെച്ച മുളക് പൊടിയാണ്. ഇതൊരു ചുവക്കൊരു വറുത്തൊരു ചുവ കിട്ടാൻ എരിവുമാണല്ലോ, ഇത്തിരി എരിവൊക്കെ വേണം. വെറും മധുരിച്ചും കൊണ്ട് തിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതും കൂടെ ഇതിലിട്ട് കൊടുത്ത് ഇപ്പോൾ കൂട്ടാൻ കൂടെ കളർഫുള്ളായി. കളർഫുൾ വെച്ചാൽ ബ്ലാക്ക് കളറായി. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. വാവ്, പാത്തു ചൂന്നറിയും. അങ്ങനെ ഇതട്ടോ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ല കുറുങ്ങനായിട്ടുള്ള കറിയാണ്. ഒന്നും കൂടെ വറ്റിക്കോളും. അടുപ്പത്ത് വെച്ചാൽ കുരുമുളക് ഇട്ട് വെച്ചതാണ്. വറുത്ത മുളകും പൊടി ഒരു ലേശം ഇട്ട് ലാസ്റ്റ് ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാ അറിയോ, ഈ പച്ചമുളക് ആദ്യമേ ഇട്ട് വരുമ്പോൾ അത് വേറൊരു ചൊയ ഉണ്ടാവുമേ. ഇതിൽ കിടന്ന് നമ്മൾ ഇറക്കാൻ നേരിട്ടാൽ ഒരു പച്ചച്ചോയ പച്ചമുളക് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക കറി. അപ്പോൾ ഓക്കെ, ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് ചപ്പാത്തിയിലേക്കോ ചോറിലേക്കോ പുട്ടിലേക്കോ എന്തിനു വേണമെങ്കിലും കൂട്ടാം. വെള്ളപ്പത്തിലേക്കോ വേണ്ടിയിലേക്കോ നമുക്ക് ഇഷ്ടമുള്ളതിൽ കൂട്ടാം. ഇനി